CPX സ്റ്റോക്കിൽ ഇന്ന് കൂടെ ഉള്ളത് സാജു നവോദയ AKA ആഷാണം ഷാജി. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ശരിക്കും പറഞ്ഞ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞൊരു പ്രസവമാണ്. ഒരു 10 മാസം ഡെലിവറി ആയിട്ട് കാത്തിരുന്ന് അത് കുഞ്ഞ് ജനിക്കുമ്പോൾ ആൺകുഞ്ഞാണോ നല്ല പെൺകുഞ്ഞാണോ അതോ അറിയാലോ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ലൈക്ക് എന്താണ് ചേട്ടൻ്റെ അതിൻ്റെ ഒരു ഒപ്പീനിയൻ? അവർക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഇവരുടെ ഭാഗത്തു നിന്ന് വന്നേക്കുന്ന പ്രശ്നങ്ങൾ ഇവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു കോടതി തെളിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ മാക്സിമം ശിക്ഷ കൊടുക്കുക, മാക്സിമം നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യുക. അതല്ല മറിച്ച് ഇതൊരു ആരോപണം മാത്രമാണ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? എൻ്റെയൊക്കെ അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിക്കുന്ന ആൾക്കാരല്ല, അടുക്കള ഭാഗത്തു നിന്ന് കഴിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അങ്ങോട്ട് വന്നുള്ളൂ. അപ്പം അവരെയും കൂടി ബാധിക്കുന്ന കേസായത്. അപ്പം നമ്മൾ ഒരു വശം ക്ലിയർ ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അന്വേഷണം റിപ്പോർട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് എവിടെയാണോ തെറ്റ് അത് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ക്ലിയർ കട്ടായി ബാക്കിയുള്ളവരെല്ലാവരും. ഇപ്പം ഞാൻ സിനിമ ഒരെണ്ണം ഡയറക്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ എൻ്റെ പടം ഞാൻ എഴുതിയ പടം തുടങ്ങാൻ പോകും. ഇപ്പോൾ ഈ പടത്തിൽ എൻ്റെ പ്രൊഡ്യൂസറോട് വെച്ചേക്കണ ഞാൻ ഒരേ ഒരു കാര്യം വെച്ചിട്ടുള്ളൂ. എൻ്റെ ഭാഗത്ത് ഡിമാൻഡ് വെച്ചേക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എത്ര പേരുണ്ടോ അവർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ടേബിൾ അടക്കം ഇട്ട് കൊടുത്തിട്ട് അവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഭക്ഷണം അത് മാത്രം ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഡിമാൻഡായിട്ട് വെച്ചിട്ടുണ്ട്. CPX സ്റ്റോക്കിൽ ഇന്ന് കൂടെ ഉള്ളത് സാജു നവോദയ AKA ആഷാണം ഷാജി. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഏറ്റവും പുതിയ വിശേഷം പ്രതിഭ ട്യൂട്ടോറിയൽ. അതെ, എന്താണ് പ്രതിഭ ട്യൂട്ടോറിയൽ? ഒരു നമുക്ക് ട്രെയിലർ ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു ചെറിയൊരു കോളേജ് അത് പൂട്ടുന്നു തുറക്കുന്നു എന്നൊക്കെ ഉള്ള സാധനം. നമ്മൾ സാധാരണ നാട്ടിൻപുറത്തുള്ള ട്യൂട്ടോറിയൽ കോളേജ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച ട്യൂട്ടോറിയൽ കോളേജിൻ്റെ പേരും പ്രതിഭ ട്യൂട്ടോറിയൽ എന്നായിരുന്നു. ഇതിൻ്റെ പേരും പ്രതിഭ ട്യൂട്ടോറിയലാണ്. സ്ക്രിപ്റ്റ് പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പേര് എൻ്റെ ട്യൂട്ടോറിയലായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ നടന്ന സംഭവങ്ങളും അവിടുത്തെ ടീച്ചേഴ്സും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും കറക്റ്റായിട്ട് ഇവിടെയുണ്ട്. ഒരു ട്യൂട്ടോറിയൽ കോളേജ് നടത്തിക്കൊണ്ടും ഭയങ്കര പാടാണ് പണ്ടത്തെ കാലത്ത്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ടായിരുന്ന ടൈമിൽ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരു സ്ട്രഗിൾ ഉണ്ട്. അതായിരിക്കും ശരിക്കും ഈ സിനിമയിലെ കണ്ടന്റ് അതാണ്. കാരണം ഞാനൊക്കെ കണ്ടിട്ടുള്ള എൻ്റെ നാട്ടിന് പുറത്ത് ഒരുപാട് ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ട്, ഇതുപോലെ ദീപ്തി പ്രതിഭ എന്നൊക്കെ പണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പം ഇല്ലട്ടോ അതൊന്നും. അത് അവർ ഓരോ വർഷം കുട്ടികളെ ക്യാൻവാസ് ചെയ്തിട്ട് വേണം അവർക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ സ്കൂളിൽ പഠിക്കാത്ത ആ ലെവലിലുള്ള കുട്ടികൾ മാത്രമല്ല ട്യൂഷൻ വിടുന്നത്, പഠിക്കുന്ന കുട്ടികളെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ട്യൂഷൻ വിടുന്നുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സുള്ള ട്യൂട്ടോറിയൽ കോളേജ് വരെ ഞങ്ങൾ ഇവിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരാണ് പ്രതിഭ ട്യൂട്ടോറിയൽ കോളേജ്. അപ്പം ചേട്ടൻ്റെ ലൈഫിൽ നടന്ന ആ ട്യൂട്ടോറിയലായിട്ട് ഇത് എത്രത്തോളം റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? ഇതിലിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ പ്രിൻസിപ്പൾ ആര് വേണം എന്നൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. എത്രത്തോളം അതൊക്കെ റിലേറ്റബിൾ ആണ്? പക്ഷെ അത് ഞാൻ അവിടുത്തെ ഇവരുടെ ഹോസ്റ്റലിലെ വാർഡനാണ്. അപ്പോൾ എനിക്ക് ട്യൂട്ടോറിയൽ കോളേജിൻ്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല. സ്ക്രിപ്റ്റ് ബേസ് അറിയാമെന്നല്ല കഴിഞ്ഞിട്ട് അവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. ഇടയ്ക്ക് 1-2 സീൻ മാത്രമേ ഞാൻ ട്യൂട്ടോറിയൽ കോളേജ് ചെല്ലുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോളേജ് നിലനിർത്തുക എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സ്കൂളൊക്കെ ഇപ്പോൾ പൂട്ടി പോയിക്കൊണ്ടിരിക്കും. പണ്ട് കാലങ്ങളിലുള്ള സ്കൂളുകളൊക്കെ അത് കുട്ടികളുടെ കുറവ് മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേപോലെ ഒരു പ്രശ്നങ്ങൾ തരണം ചെയ്ത് ഈ ട്യൂട്ടോറിയൽ കോളേജ് തിരിച്ചെടുക്കൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടികളിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഇവർ തരണം ചെയ്യണമാണ് സിനിമയിൽ. ഇപ്പം ഈ ഒരു സിനിമ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു ചെറിയ ക്യാൻവാസിൽ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ ലൈക്ക് കോമ്പറ്റീഷൻ കൂടിക്കൊണ്ട് വരികയാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ തന്നെ ആസ് ആക്ടേഴ്സ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചസ് എന്തായിരിക്കും? ഇങ്ങനെ ഒരു സിനിമയുടെ പാർട്ടാവുന്നു, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ഒരുപാട് നോക്കണം, അതുപോലെ പ്രൊമോഷൻസും കാര്യങ്ങളെല്ലാം. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്? അല്ല, അത് നമ്മളിപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മൾ ഒരു പടത്തിൽ നമ്മൾ ജോയിൻ ചെയ്ത് ആ പടം വിജയിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും. കാരണം ആഗ്രഹമല്ല, നമ്മുടെ കടമയാണ്. ഇത് വന്നിപ്പോൾ ഇപ്പം തന്നെ ഈ പോസ്റ്ററിലൊന്നും എൻ്റെ പടമില്ല, എന്നാലും ഞാനിത് രാവിലെ വന്ന് ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഈ പടത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിലീസാവുന്നത് വരെ അതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ കൂടെ നിൽക്കുക, എന്ത് കാര്യം നമ്മൾ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുക. അത് ആ പടത്തിൻ്റെ വിജയവും കൂടെ നമ്മുടെ വിജയവും കൂടിയാണ്. കാരണം അടുത്ത ഒരു സിനിമ ചെയ്യുമ്പോഴും ഈ പാർട്ടി തന്നെ സിനിമ ചെയ്യുമ്പോഴും അവർ മനസ്സിൽ പെട്ടെന്ന് ഓർത്ത് നമ്മൾ വിളിക്കണമെങ്കിൽ നമ്മളുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് നമ്മൾ സിനിമ ചെയ്യണം. അത് ചെറുതെന്നും വലുതെന്നും അങ്ങനെയൊന്നുമില്ല. ഏത് സിനിമയാണെങ്കിലും, ചെറിയ സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും നമ്മുടെ ഡ്യൂട്ടി ഉണ്ട്. നമ്മൾ അഭിനയം കഴിഞ്ഞ് പേയ്മെൻറ്റ് മേടിച്ച് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു എന്നുള്ളതല്ല. പടത്തിൻ്റെ പ്രൊമോഷൻ കറക്റ്റായിട്ട് വരണം. അത് ആ പ്രൊമോഷൻ ചെയ്യേണ്ടത് ആ പടത്തിൽ അഭിനയിച്ച എല്ലാവരും ബാധ്യതയാണ്. പക്ഷെ പലരും ഇപ്പൊ പ്രൊമോഷൻസിന് എത്താൻ തന്നെ മടിക്കുന്ന ഒരു കാലം കൂടെ അല്ലേ? ആരും വരാറില്ല. ഞാൻ എത്രയോ പടങ്ങൾക്ക് പോയിരിക്കണം, അങ്ങനെ ആരും എത്തൂല. അവർ കഴിഞ്ഞു, അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു പോയി, അത്രേ ഉള്ളൂ. നമ്മൾ ഈ ബന്ധം വെച്ച് പുലർത്തുന്നവരുണ്ട്. ഈ സിനിമ കഴിഞ്ഞിട്ടും പിന്നെ പ്രൊഡ്യൂസറായിട്ടും ഡയറക്ടറായിട്ടും അതിൻ്റെ ക്രൂവൊക്കെ ആയിട്ട് ബന്ധം വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ട്. അവർ തീർച്ചയായിട്ടും എത്തും. കാരണം അവിടെ കഴിഞ്ഞു, അവിടെ നിന്നും പോയി നമ്മൾ ഉത്സവത്തിന് ചെണ്ടോട്ടാൻ പോകണമല്ല. ആ അമ്പലത്തിൽ ഇപ്പോൾ കൊട്ടിയിട്ട് അവിടെ നിന്ന് തീർന്ന് അടുത്ത അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ അമ്പലം വിട്ട് അങ്ങനെയല്ല. നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് സിനിമയോട്, അതിൻ്റെ ആ ക്രൂവിനോടും. നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് തീർച്ചയായിട്ടും ചെയ്യും.
ഇതില് ഇപ്പൊ ഡയറക്ടർ അഭിലാഷ് രഘുനാഥ് എന്ന് പറയുന്ന ആള് ഈ ഒരു കഥ ചേട്ടൻ്റെ അടുത്ത് നറേറ്റ് ചെയ്തു. അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സിനിമ ഇതിൽ ഇങ്ങനെ ഒരു റോള് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിച്ച ഒരു ഡിസിഷൻ ഉണ്ടല്ലോ? അതിൽ സത്യം പറഞ്ഞാൽ എന്നോട് കഥയൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞ് സാധിച്ചിട്ട് ഇങ്ങനെ ഒരു പടം ഉണ്ട്, ആ പടത്തിൽ ജോയിൻ ചെയ്യണം, അപ്പം ഞങ്ങളൊന്ന് എറണാകുളത്ത് കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാനിപ്പോൾ ഗോൾഡ് സൂക്കിൻ്റെ അവിടെ ഉണ്ട്, അവിടെ വന്നാൽ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഗോൾഡ് സൂക്കിൻ്റെ ബാക്കി വണ്ടി ഇട്ട് നിൽക്കുന്നു. ഇവരൊരു വണ്ടി വന്ന് എൻ്റെ അടുത്ത് നിർത്തുന്നു, ഫ്രണ്ട് ഡോറ് തുറക്കുന്നു, ഒരു 50,000 അഡ്വാൻസ് തന്നെ നേരെ വണ്ടി, പിന്നെ കാണാത്താന്ന് പറഞ്ഞിട്ട് വിട്ടുപോയി. ഈ തന്നതാരാന്നാ ഒന്നും എനിക്ക് മനസ്സിലായില്ല. ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ സിനിമ വന്നിട്ട് ആദ്യമായിട്ട് കറക്റ്റായിട്ട് അഡ്വാൻസ് തന്നതും ഇത്ര ഇതിൽ പോണതും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സിനിമ ചെയ്യണമെന്ന് വളരെ താല്പര്യമുണ്ട്. കഥയോ സബ്ജക്റ്റോ ഒന്നുമല്ല, ഒരു ജെന്യൂനിറ്റി ഉണ്ട് അവർക്ക്. അപ്പോൾ അത് അവിടെ ലൊക്കേഷൻ ചെന്നാലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. 2 വർഷം മുൻപ് തുടങ്ങിയതല്ലായിരുന്നു? അതെ 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 അതെ. അപ്പം ഇത്രയും ഒരു ഡിലേ വന്നതിന്റെ ഒക്കെ കാരണം എന്തായിരുന്നു? ഡിലേ വന്നതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫണ്ട് ഇഷ്യൂ ആവാം, എന്തോ ആവാം. ചെറിയ പടമല്ലേ, ഇപ്പോൾ ഒരു പടം ചെയ്ത് ഇറക്കാം. ശരിക്കും പറഞ്ഞ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രസവമാണ്. ഒരു 10 മാസം ഡെലിവറി ആയിട്ട് കാത്തിരുന്ന് അത് കുഞ്ഞ് ജനിക്കുമ്പോൾ ആൺകുഞ്ഞാണോ നല്ല പെൺകുഞ്ഞാണോ അതോ വല്ല വൈകല്യമുള്ള കുട്ടിയാണോ എന്ന് അറിയണമെങ്കിൽ ആ ഒരു 10 മാസം കഴിഞ്ഞാൽ അറിയില്ല. ഇതിപ്പോൾ 2 കുട്ടികളുടെ സമയം എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്തായാലും പടം നല്ലതാണ്. എത്രത്തോളാണ് അപ്പൊ അതിന്റെ എക്സ്പെക്ടേഷൻസ് ഒക്കെ? എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല നമ്മൾ. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ജനങ്ങൾക്ക് കൊടുത്തിട്ട് ജനങ്ങൾ മൗത്ത് പബ്ലിസിറ്റി വരണം, അല്ലാണ്ട് കുറേ നമ്മൾ തന്നെ പബ്ലിസിറ്റി ചെയ്തിട്ട് കാര്യമില്ല. ഞാനിപ്പോഴും അതിൻ്റെ പ്രിവ്യൂ പോലും കണ്ടിട്ടില്ല, പടം കണ്ടിട്ടില്ല. ഷൂട്ട് ചെയ്തിട്ട് 2 വർഷമായെന്ന് പറഞ്ഞില്ലേ. പക്ഷേ ആ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ എനിക്കറിയാം ഇത് നല്ല രീതിയിൽ ഷൂട്ട് പോകുന്നുണ്ട്, നല്ല രീതിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ജോണി സാർ വന്നിട്ടാണെങ്കിലും എല്ലാവരും വന്നിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകണം. അല്ലാത്തൊരു ലൊക്കേഷൻ ആണെങ്കിൽ വന്ന് ഇരുത്തി കുറച്ച് നേരം നമ്മൾ മടുക്കും, വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതും. ജാഫർക്ക് ആണെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിട്ട് വിരിഞ്ഞേക്കണം അവിടെ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വർക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ അതിൻ്റെ ഔട്ട് ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും നന്നാവും, ഗംഭീരമാവും. ഇപ്പോൾ ഈ പല സിനിമകളും നമ്മൾ ഈ കാലം തെറ്റി വരുന്ന സിനിമകൾ, അല്ലെങ്കിൽ ഇപ്പം 2 വർഷം മുൻപ് ഷൂട്ട് ചെയ്തതാണ് പല സിനിമകളും ആ കാലത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് കാലം തെറ്റി വന്നല്ല, കഷ്ടകാലം കൊണ്ടല്ല. കാരണം ഈ സാമ്പത്തിക പ്രശ്നങ്ങളും പല പല പ്രശ്നങ്ങളുണ്ട്. സിനിമ നമ്മളിപ്പോൾ റിലീസ് ചെയ്യുന്ന സമയം വരെ ഷൂട്ട് ചെയ്യാനും കുഴപ്പമില്ല, സ്ക്രിപ്റ്റ് എഴുതാനൊന്നും കുഴപ്പമില്ല. ഈ ഷൂട്ടിങ് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടൈമുണ്ട്. ആ ടൈമിലാണ് നമ്മൾ പ്രശ്നങ്ങൾ മുഴുവൻ നടക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഫണ്ട് ഷോർട്ടേജ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ തരണം ചെയ്തെല്ലാം നല്ല രീതിയിലായി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ പ്രശ്നങ്ങളും കൊണ്ട് നമ്മൾ നീണ്ടു പോകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു സിനിമ ചെയ്തിട്ട് ഒരു പ്രൊഡ്യൂസർ ഇറക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കാം, ഒരു 5 വർഷം കഴിയട്ടെ ഇങ്ങനെ പറയില്ല. ചില പ്രശ്നങ്ങൾ തീർത്ത് കറക്റ്റായിട്ട് ഇറക്കാനുള്ള ടൈം കിട്ടിയിട്ടായിരിക്കുള്ളൂ. ഇപ്പം ഈ സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും അറിയാലോ, ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ റിപ്പോർട്ട്, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസം ഓരോരുത്തർ ഇങ്ങനെ ആരോപണങ്ങളായിട്ട് വരുന്നുണ്ട്. അതിൽ സത്യമുള്ളതുണ്ട്, സത്യമല്ലാത്തതുണ്ട്. അപ്പം ഈ സിനിമയിൽ തന്നെ ഒരു ആക്ടറിൻ്റെ പേരിലും ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. സോ ലൈക്ക് ആസ് കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഇത്ര വർഷമായിട്ടുള്ള പരിചയം ഒക്കെ ഉണ്ട്. ലൈക്ക് എന്താണ് ചേട്ടൻ്റെ അതിൻ്റെ ഒരു ഒപ്പീനിയൻ? എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു ഈ ചാനൽ എന്നെ വിളിച്ചിട്ടാണെങ്കിൽ ഞാനിതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് കറക്റ്റെന്ന് അറിയാൻ പറ്റാത്ത, നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് കറക്റ്റാണെന്ന് അറിയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും പറയരുത്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഞാൻ പറയണത് ഈ നമ്മളുടെ ഈ പറഞ്ഞ ഇരകളെന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ സഹോദരിമാർ അവരുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന ഈ ഒരു ഇവർക്കെതിരെ വന്നേക്കുന്ന ഒരു ആരോപണം, ഈ ആരോപണം ശരിയാണെങ്കിൽ ഈ കറക്റ്റായിട്ടുള്ളതാണെങ്കിൽ അത് കോടതി വിധി വന്നു കഴിഞ്ഞാൽ മാക്സിമം എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റൂ അത് കൊടുക്കുക. മാക്സിമം കൊടുക്കണം. കാരണം എപ്പോഴും നമ്മൾ സഹോദരിമാരുടെ കൂടെ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ അമ്മമാർ പെങ്ങന്മാർ അവരുടെ കൂടെ നിൽക്കുകയുള്ളൂ. സ്ത്രീകൾക്ക് സമത്വം ഇല്ലെന്നും അതിൻ്റെ കുറേ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം മോൾ എനിക്കിട്ട് ഒറ്റ അടി എൻ്റെ കവളത്തിട്ട് തന്നു, ഞാൻ തിരിച്ചൊരു അടി അടിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുന്ന എല്ലാവരും മോളുടെ കൂടെ നിൽക്കുള്ളൂ. ഫസ്റ്റ് അടിച്ചത് മോളാണെന്നൊന്നും നോക്കൂല. അത് സ്ത്രീകൾക്ക് അത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കണമെന്നാണ് സമൂഹം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഇവരുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന പ്രശ്നങ്ങൾ ഇവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു കോടതി തെളിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ മാക്സിമം ശിക്ഷ കൊടുക്കുക, മാക്സിമം നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യുക. അതല്ല മറിച്ച് ഇതൊരു ആരോപണം മാത്രമാണ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരു ആരോപണം വന്നത് മാത്രമേ ഉള്ളൂ, കോടതി തെളിയിക്കപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ എന്തായിരിക്കും മോള് പറയണം? അപ്പോൾ നമുക്ക് 2 ഇതായിട്ട് നിന്നിട്ട് സംസാരിക്കുക, എന്തായിരിക്കും പറയുന്നത്? ആരോപണങ്ങൾ അവർ വെറുതെ ഉന്നയിച്ചതാണെന്നോ? അങ്ങനെ വന്നാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു നടപടി അതിനും എടുക്കണം. എന്ത് നടപടി എടുക്കണം? കോടതി എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് തന്നെ എടുക്കണം. അതാ ഞാൻ പറഞ്ഞത്, വ്യക്തമായിട്ടുള്ളൊരു മറുപടി മോൾക്ക് പറയാൻ പറ്റില്ല. നമ്മളെ വീഴ്ച വരുന്നത് ഇപ്പോൾ ജെന്യൂനായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ അത് ചെയ്യണം. ഞാനും അതിൻ്റെ കൂടെ സപ്പോർട്ട്, എപ്പോഴും ഞാനെന്നല്ല ഒരാളും മാറി നിൽക്കില്ല, എല്ലാവരും കൂടെ സപ്പോർട്ടാണ്. അപ്പോൾ അത് നടന്നിട്ടുണ്ടെങ്കിൽ കോടതി തെളിയിക്കണമെങ്കിൽ മാക്സിമം ശിക്ഷ കൊടുക്കുക. നടന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക. പിന്നെ ഈ ഇപ്പോൾ പറഞ്ഞ സിനിമ സംഘടനയുടെ പേരിൽ, അമ്മ എന്ന സംഘടനയുടെ പേരിൽ പറയുമ്പോഴും മോൾക്ക് 2 ബ്രദർ അല്ലെങ്കിൽ 3 ബ്രദറുണ്ട്.
ആ ഒരു ബ്രദർ കഞ്ചാവും വലിച്ച് നടക്കണം, വീട്ടിന് പുറത്ത് നടക്കാൻ വിഷയം ഉണ്ടാക്കണം, നമ്മളുടെ വീട്ടുപേര് പറയുമോ? വീട്ടുപേര്, ആ വീട്ടുപേരിൽപ്പെട്ട എല്ലാവരും ഇങ്ങനെയൊന്നും പറയില്ല, അതെടുത്ത് പറയും. പിന്നെ ഒരു സംഘടന ആകുമ്പോഴത്തേക്ക്, സംഘടനയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ വിരലിലെണ്ണാവുന്ന ആൾക്കാരെ കുറിച്ച് മാത്രമേ ഇത് വന്നിട്ടുള്ളൂ. അതിൽ കുറേ കണക്കിന് ആൾക്കാർ ബാക്കിലുണ്ട്. എൻ്റെയൊക്കെ അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിക്കുന്ന ആൾക്കാരല്ല, അടുക്കള ഭാഗത്ത് നിന്ന് കഴിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അങ്ങോട്ട് വന്നുള്ളൂ. അപ്പം അവരെയും കൂടി ബാധിക്കുന്ന കേസായത്. അപ്പം നമ്മൾ ഒരു വശം ക്ലിയർ ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അന്വേഷണം റിപ്പോർട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് എവിടെയാണ് തെറ്റ് അത് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ക്ലിയർ കട്ടായി, ബാക്കിയുള്ളവരെല്ലാവരും. അപ്പോൾ അവർ ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞാൽ, ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി തെളിയിക്കുകയാണെങ്കിൽ മാക്സിമം ശിക്ഷ കൊടുക്കുക. കാരണം എനിക്കുണ്ട്, എൻ്റെ അമ്മയും പെങ്ങളും സഹോദരിയക്കന്മാരൊക്കെ എല്ലാവരും എനിക്കുണ്ട്. ആരെങ്കിലും അങ്ങനെ പേഴ്സണലി ഉണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങൾ, സെറ്റിൽ വെച്ചുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ക്യാരവാനിൽ പോയിരിക്കാത്ത ആളാണ്. ഞാൻ എവിടെയെങ്കിലും മരത്തിൻ്റെ മറയിൽ എവിടെയെങ്കിലും പോയിരുന്നുണ്ട് വല്ല ഗെയിമും കളിച്ചിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും അതുപോലെ വർത്താനം ഇരിക്കുകയുള്ളൂ. ക്യാരവാനിൽ പോയിരുന്നു, അവിടെ ഇരുന്നുണ്ട്, നമ്മൾ അവിടെ ഇരുന്നേ ഫുഡ് കഴിക്കുകയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ, പിന്നെ ഷെയറിങ്ങും കുറവായിരിക്കും. നമ്മളൊക്കെ അങ്ങനെ അതിലേക്ക് വന്നിട്ടില്ലല്ലോ അത്രയും. എനിക്കാണ് സിനിമയിൽ ആ കൂടി ഞാൻ ഒരാളെ വിളിക്കുകയുള്ളൂ. സോഹം സീനിലാണെന്ന് വന്ന ഒരു ഡയറക്ടർ മാത്രം ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ കോൺടാക്ട് ചെയ്യണം. അതങ്ങനെ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു. അപ്പം അങ്ങനെ അല്ലാതെ ഒരാളെ ഇപ്പം എൻ്റെ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കി ഈ ഒരു 6 മാസം കൊണ്ട് ഒരു സിനിമാക്കാരെ ഞാൻ വിളിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ബന്ധമല്ല. അപ്പം അതുകൊണ്ട് ഷെയറിങ് അങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഇപ്പൊ അന്ന് ന്യൂസ് വന്ന ടൈമിലുണ്ടായിരുന്നു ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ ടോയ്ലറ്റ്സിന്റെ ഇഷ്യൂ, പീരീഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന ഇഷ്യൂ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ വർക്ക് ചെയ്ത ഏതെങ്കിലും സിനിമകളിൽ അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് എന്തെങ്കിലും അങ്ങനെ ലൈക്ക് അത്രയും വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട് വിറ്റ്നസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, എനിക്ക് സങ്കടം വന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ സിനിമ ഒരെണ്ണം ഡയറക്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ എൻ്റെ പടം, ഞാൻ എഴുതിയ പടം തുടങ്ങാൻ പോകും. അപ്പോൾ ഈ പടത്തിൽ എൻ്റെ പ്രൊഡ്യൂസറോട് വെച്ചേക്കണം ഞാൻ ഒരേ ഒരു കാര്യം വെച്ചിട്ടുള്ളൂ. എൻ്റെ ഭാഗത്തുനിന്ന് ഡിമാൻഡ് വെച്ചേക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എത്ര പേരുണ്ടോ അവർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ടേബിളടക്കം ഇട്ട് കൊടുത്തിട്ട് അവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഭക്ഷണം, അത് മാത്രം ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഡിമാൻഡായിട്ട് വെച്ചിട്ടുള്ളൂ. അത് ഇതിന് മുൻപ് വെച്ച ഡിമാൻഡാണോ അതോ ഇതിന് ശേഷം? ഇതിനൊക്കെ മുന്നേ, ഒത്തിരി മുന്നേ, ഈ സംഭവം നടക്കുന്ന ഒത്തിരി മുന്നേ, 6-7 മാസം മുമ്പ് വെച്ചതാണ്. പ്രൊഡ്യൂസർ വന്ന സമയത്ത് തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഒറ്റ ഡിമാൻഡുള്ളൂ, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഞാൻ കണ്ടിട്ട് പല സ്ഥലത്തും ഇരുന്നിട്ട്, ഞാനൊരു സാധാരണ ഉമ്മത്തിൽ നിന്ന് ഒന്നാണ്. അപ്പോൾ പല സ്ഥലത്തും മരത്തിൻ്റെ ചൂട്ടിലൊക്കെ നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ, എനിക്ക് എൻ്റെ ആ നിൽക്കണതൊക്കെ എൻ്റെ ഫാമിലിയിലുള്ള ഓരോ ആൾക്കാരായിട്ട് എനിക്ക് റിലേറ്റഡാണ്. അപ്പോൾ ഞാൻ സാധാരണ ഫാമിലിയിൽ നിന്ന് വന്നേക്കുന്നുണ്ട്. അപ്പം ഞാൻ അന്നേ എടുത്തേക്കുന്ന തീരുമാനം എന്നെങ്കിലും എൻ്റേതായിട്ടൊരു പടം ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് നല്ല രീതിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നു. അത് മാത്രമേ പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ ടോയ്ലറ്റ് സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 1-2 ക്യാരവാൻ ഉണ്ടാവും. ജൂനിയർ ആർട്ടിസ്റ്റുകൾ പറഞ്ഞതിൽ ശരിയുണ്ടാവും, കാരണം അവരടുത്ത വീട്ടിലൊക്കെ പോയി ചോദിച്ച് അവരുടെയൊക്കെ മുഖം കണ്ടിട്ട് വേണമൊക്കെ പോകാനായിട്ട്. പക്ഷേ ഇച്ചിരി ഫെമിലിയർ ആയിട്ടുള്ള അങ്ങനെ സിനിമയിൽ ക്യാരക്ടർ വേഷം ചെയ്യുന്ന ആർക്കും കുഴപ്പമില്ല. ഇപ്പോൾ ലേഡീസിന് വേറെ ക്യാരവാൻ ഉണ്ടാവും, അല്ലെങ്കിൽ 3-4 ക്യാരവാൻ ഉണ്ടാവും, അവർക്കൊക്കെ അത് യൂറിൻ ബസ്. പക്ഷേ അവരും കൂടി ഈ പറഞ്ഞ ലേഡി ക്യാരക്ടർ വേഷം ചെയ്യുന്നവരും കൂടി ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന ലേഡികൾ ഒന്ന് അതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റിൽ പോകാനായിട്ടൊരു അനുവാദം അവരും കൊടുക്കണം. അപ്പം ജെൻസ് ഇരിക്കുന്ന ഒരു ക്യാരവാനകത്ത് വന്നിട്ട് ഇവർക്ക് ഒരിക്കലും ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല. അപ്പം ഈ പറയുന്ന ഇവരും കൂടി ഒന്ന് മനസ്സ് വെച്ച് എന്നാൽ അവർ ഒന്ന് യൂറിൻ പാസ് ചെയ്യട്ടെ. അത് സ്ത്രീകളുടെ നല്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ അവസ്ഥയാണ് ടോയ്ലറ്റിൽ പോകാനുള്ളത്. അപ്പോൾ അത് അവരൊന്ന് പോട്ടെ എന്ന് മനസ്സ് വെച്ചാൽ ഓക്കെ. ആ ഡോറ് ഒന്ന് തലയിട്ട് നോക്കി ചിലപ്പോൾ ചീത്ത പറഞ്ഞ ആൾക്കാരുണ്ടാവും. പക്ഷെ അത് ഈ സിനിമയുടെ ഉള്ളിൽ നിൽക്കുന്നവർ തന്നെ എടുക്കേണ്ട ഒരു തീരുമാനമല്ല. അവർക്കും ഇന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റണം. ഇത് നമ്മൾ മനുഷ്യന്മാരാണെന്നുള്ളൊരു രീതി കാഴ്ചപ്പാട് അങ്ങോട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് സീനിയർ ആർട്ടിസ്റ്റ് കാണാതിരുന്നാൽ മതി. ഒരു സിനിമയിൽ അഭിനയിച്ച ഇപ്പോൾ 50 ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഇടയിൽ നായകനും നായികയും മാത്രമേ ഉള്ളൂ. ഈ നായകനും നായികനും ജൂനിയർ ആർട്ടിസ്റ്റ് വേണ്ടട്ടാ, അവർ ഞങ്ങളുടെ ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ നായകനും നായികനും നിന്ന ഉത്സവമാകുമോ? അവർ പോലെ ബീച്ചിൽ പോയിരിക്കണ്ടാവണം, അവിടെയും വേണം ആൾക്കാർ. അപ്പം ഇതെന്താ വെച്ചാൽ ഒരു മനുഷ്യനാണെന്നുള്ളൊരു പരിഗണന അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ഡയറക്ടറോ പ്രൊഡ്യൂസറോ ബാക്കി ഒന്നുമല്ല കൊടുക്കേണ്ട, നമ്മൾ കൊടുക്കുക സ്വയം. എൻ്റെ സഹോദരങ്ങളാണല്ലോ, എൻ്റെ കൂടപ്പുറപ്പാണ്, അവർ ആർട്ടിസ്റ്റാണെന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവർ ചോദിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഞാനൊരു വെള്ളിമുങ്ങ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബസ് സ്റ്റോപ്പിനകത്ത് ഈ ചേട്ടൻ മുണ്ട് കൊടുത്തപ്പോഴത്തേന് ജൂനിയർ ആർട്ടിസ്റ്റിലെ കൊണ്ടുവന്ന ചേട്ടനാണ്. മുണ്ട് കൊടുത്ത പേഴ്സ് എടുത്തിട്ട് ഈ ബസ് സ്റ്റോപ്പിൻ്റെ പില്ലറിൻ്റെ മുകളിൽ വെച്ച്, ഇത് ഉണ്ടാക്കി വെച്ചാൽ ബസ് സ്റ്റോപ്പാണെന്ന് പുള്ളി അറിയില്ല. ആ പില്ലറിൻ്റെ മുകളിൽ ഹോളായിരുന്നു, നേരെ പേഴ്സ് അതിൽ കൂടി താഴേക്ക് പോയി. പിന്നെ സിനിമ തീർന്നിട്ട് ഇത് പൊളിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് പുള്ളി വിഷമിച്ച് അവിടെ ഇരിക്കും. ഞാൻ ചോദിച്ചു എത്ര രൂപ ഉണ്ടായിരുന്നു അതിനകത്ത്? അത് പറയാനില്ല എത്ര രൂപ. പിന്നെ പുള്ളി പറഞ്ഞു ഇത്രയും പൈസ ഉണ്ടായിരുന്നു, ധൈര്യമായിട്ട് ഞാൻ വൈകുന്നേരം പൈസ തരാം, ഇത് പൊളിക്കുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വൈകിട്ട് ഞാൻ പൈസ കൊടുത്തിട്ട് പിന്നെ പുള്ളിക്കാരൻ പിറ്റേ ദിവസം അതിൻ്റെ ഉള്ളിലൊക്കെ പോയി മാന്തു. ഞാൻ ഇന്നലെ പൈസ തന്നല്ലേ, പിന്നെ ഇന്നലെ തോട്ടിട്ട് മാന്തണത്.
അങ്ങനെ അവരുടെ ഈ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിലൊക്കെ ഉള്ള ആൾക്കാരെ ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. അതാണ് എനിക്ക് അവരോട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്.